പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. അവർ കടൽ കടന്ന് ഗനസരത്തിൽ എത്തി. വഞ്ചി കരക്കടുപ്പിച്ചു. കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കുവാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ഈ വചനഭാഗത്തിലൂടെ നമ്മൾക്ക് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ വസ്ത്രത്തിൽ പോലും ഒന്ന് വിശ്വാസത്തോടുകൂടി സ്പർശിച്ചവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ എത്രമാത്രം അനുഗ്രഹമാണ് ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് യേശുവിലൂടെ. യേശുവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ യേശുവിലോട്ട് അടുപ്പിക്കുന്നതായിരുന്നു. യേശുവിൻ്റെ പ്രവൃത്തികൾ യേശുവിലേക്ക് നിറയെ ആൾക്കാരെ, രോഗികളെ കൊണ്ടുവരുവാനായിട്ടും സൗഖ്യം പ്രാപിക്കുവാനൊക്കെയും സഹായിച്ചു. നമ്മുടെ സാന്നിധ്യം കൊണ്ടും യേശുവിനെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾക്ക് യേശുവിന് വേണ്ടി സാക്ഷികളായിട്ട് ജീവിക്കാം. അനേകർ സ്വർഗത്തിലോട്ട് എത്തിച്ചേരുവാനായിട്ട്, നമ്മളിലൂടെ എത്തിച്ചേരുവാനായിട്ട് നമ്മൾക്ക് വഴി തുറക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.